അൻഷേട്ടൻ തിരിച്ചു പോയിട്ട് ഒന്നൊന്നര വേണമെങ്കിൽ രണ്ടെന്നും പറയാം അത്രയും മാസമായി. എന്നിട്ട് ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഒക്കെ ഇടാൻ ലേറ്റ് ആയതിന് പകുതി കാരണക്കാരൻ അൻഷേട്ടനാണ്. കാരണം ഈ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഞാൻ അൻഷേട്ടന്റെ ഫോണിലാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് എത്തി കിട്ടിയാലല്ലേ എനിക്ക് എഡിറ്റ് ചെയ്യാനും വീഡിയോ പോസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. എന്തായാലും 2-3 വീഡിയോസും കൂടി കഴിഞ്ഞാൽ ഇത് അവസാനിക്കും. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഞങ്ങൾ അൻഷേട്ടൻ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടീഷർട്ടും ജീൻസ് ഒക്കെ എടുക്കാനായിട്ട് മാക്സിലോട്ട് വന്നതാണ്. അൻഷേട്ടന് മാത്രം ഡ്രസ്സ് എടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് കാഴ്ചക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു മിറർ കണ്ടപ്പോൾ ഞങ്ങൾ അതിന് മുമ്പിൽ നിന്ന് വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. രുദ്രുട്ടന്റെ മിററിൽ അവനെ തന്നെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് അവനെ തന്നെ നോക്കി ഡാൻസ് കളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ തൊട്ടടുത്തുള്ള പിസ്സ ഹട്ടിലേക്കും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മോനെയും വെച്ച് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ അത് പാഴ്സലാക്കി. ഫുഡ് വരാൻ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കുറച്ച് സമയം പോലും അവൻ അവിടെ ഇരിക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ടേബിളിലുള്ള എല്ലാ ഐറ്റംസും ഇപ്പൊ അവന്റെ കയ്യിൽ കിട്ടണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന പ്ലേറ്റും ഗ്ലാസും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം അവിടുന്ന് സ്കൂട്ടായി. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നെങ്കിൽ നഷ്ടപരിഹാരം കൂടി കൊടുക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബാക്കി സമയം പുറത്താണ് വെയിറ്റ് ചെയ്തിരുന്നത്. അവിടെ അധിക നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിസ്സ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതും കൊണ്ട് വേഗം വീട്ടിലേക്ക് പോയി. പിസ്സയുടെ കൂടെ തന്നെ ഗാർലിക് ബ്രെഡും ഫ്രഞ്ച് ഫ്രൈസും കോക്കും വരുന്ന ഒരു കോംബോ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ പോയിട്ട് അതൊക്കെ കഴിച്ചു. അപ്പത്തുള്ള ഗൈസ് ബൈ.